നമസ്കാരം. വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 13, അതായത് കേരളം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം. ത്രിതല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും, ആര് പരാജയപ്പെടുമെന്ന് വിധിയെഴുത്ത് അറിയുന്ന ദിവസം. എല്ലാവരും ടെൻഷനിലാണ്, മണിക്കൂറുകൾക്കുള്ളിൽ. ആ ടെൻഷനെല്ലാം മറന്ന് ഞങ്ങൾ രാവിലെ തന്നെ വോട്ടെണ്ണുന്നതിന് മുമ്പേ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ വഴിയോര കാഴ്ചകളുമായി കാണാം. വിജയിച്ചവർ അന്തസ്സായി, അർഹതപ്പെട്ടവർ രാജ്യം ഭരിക്കട്ടെ, പരാജയപ്പെട്ടവർ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്ന ആപ്തവാക്യം മനസ്സിൽ ഉൾക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാകുക. എത്ര ചവിട്ടുപടി ഉണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിലും ചവിട്ടുപടിയുടെ അവസാനം പരാജയപ്പെട്ടവർക്കും വിജയം ഉണ്ടാകട്ടെ. നമുക്ക് ആ വിഷയം വിടാം, നമുക്ക് നാട് കാണാം, നാട്ടുകാരെ കാണാം, നാട്ടിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. എടാ, ഫുഡടിക്കണ്ടേ? നമുക്കിവിടെ ഇഡ്ഡലിക്കട കയറിയാലോ? ഇന്നാള് ബേസിനോട് പറഞ്ഞപ്പോ ഇഡ്ഡലിക്കടയിൽ പോയ ഇഡ്ഡലി മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോടാ? എവിടെ ഇഡ്ഡലിക്കട കയറി ഇഡ്ഡലി മാത്രമാണ് കിട്ടുള്ളൂ എന്ന് ബേസ് പറഞ്ഞിട്ടാണോ? ഏതാ അത് കടയുടെ പേരാടാ ഇഡ്ഡലി. അവിടെ ദോശ, സാമ്പാർ എല്ലാം കിട്ടും. വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, എന്നാ ഇഡ്ഡലിക്കട ഇവിടെ പാർക്കിംഗ് വഴിയപ്പോ എവിടെ? ഏതാന്നറിയാം? കാട്ടുനായ എന്ന് പറഞ്ഞു. നീ ഓർക്ക, നീ ഉള്ളപ്പോഴാണോ പറയാ? അല്ല, നമ്മളാ കാട്ടിന്റെ ഉള്ളിൽ പോയപ്പോ നീ അല്ലല്ലോ, ജോബിയൊക്കെ കൂടി പിന്നെ പോയത്. ആ, ആനയെ വരെ നമുക്ക് ഓടി രക്ഷപ്പെടാം. കാട്ടുനായയുടെ ദൃഷ്ടിപ്പെട്ട ഗ്രൂപ്പായിട്ട് വന്ന് ആക്രമിക്കും. ഏതി കൂടിയൊക്കെ വന്നെന്ന് പറയാനും പറ്റില്ല. അത് കടിച്ചു, പുലിയാണെങ്കിൽ പോലും മനുഷ്യനെ കൊന്നിട്ടാ തിന്നണം. ഇത് കൊല്ലൂല, ഇത് ഇങ്ങനെ ഓരോ വശം കടിച്ചോണ്ട് പോകുള്ളൂ. ഇഷ്ടമല്ല. ഇത് എന്തായാലും നമ്മള് എവിടെയായിട്ടാ പോണ സ്ഥലത്തിന്റെ പേര്? മാമലക്കണ്ടത്തിലേക്ക് പോണ. ഇത് മറ്റേ തേക്കിന്റെ പ്ലാന്റേഷൻ അല്ലേ? റിസർവ് ഫോറസ്റ്റ് റൈറ്റ് സൈഡ് പ്ലാന്റേഷൻ ആടാ. റൈറ്റ് സൈഡ് പ്ലാന്റേഷൻ. എത്ര മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമായിരിക്കും നമ്മള്? ഉച്ചയൂണ് എവിടെ നിന്നായിരിക്കും? അതാണല്ലോ പ്രാധാന്യം. ആനപ്പിണ്ടം. ആനേനെ കണ്ടില്ലേലും പിണ്ടം കാണാൻ പറ്റി. അപ്പൊ ഭീകരമായ കാടിന്റെ ഇടവഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ആഹാ. വനഭൂമിയിൽ അനധികൃതമായി കയറുന്നത് നിരോധിച്ചിരിക്കുന്നു. ആന യാത്രക്കാരുടെ ശ്രദ്ധിക്കുക. ഒരു പെണ്ണ് ബൈക്കിനും കൊണ്ട്. അങ്ങനെ നല്ല ഭീകരതയൊന്നും ഇല്ല കേട്ടോ. കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. തട്ടേക്കാട് അല്ലല്ല, അത് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കയറണോ? വേണം, നമുക്ക് അങ്ങ് അറ്റത്തേക്ക് പോവാം. ഈ പുള്ളിയുടെ ഏരിയാസ് ആണല്ലോ. എക്സൈസ് വായിക്കോളൂ. ഏരിയാസ് ദേവഞ്ചി ഭീകരത ഇങ്ങോട്ട് ഇറങ്ങണ സ്ഥലമാണ്.
മനുഷ്യത്തെ ഇതിലത് ഭംഗിയായിട്ട് ഇറങ്ങാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ അതേ? യശനവാദി എന്നടാ പറയണ, ഇത് ഏതാ സ്ഥലം ഏതാ? ഞാൻ പിടിച്ചോളാം. പുലിയാണോ? പുലിയല്ല. ഇവിടെ കാലാടി വെള്ളം കുടിക്കാൻ വന്നായിരിക്കും. മാമലക്കണ്ടത്തേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഒരു വനത്തില് ഒരു അരുവി കണ്ട് നിർത്തി. ആ അരുവിയുടെ സൈഡ് ഓരം പറ്റി ഞങ്ങൾ കുറേ ദൂരം കാട്ടിലൂടെ മുന്നോട്ട് നടന്ന് കാട്ടുമൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല, എങ്കിലും കാണാൻ പറ്റി. കുറച്ച് നേരം മുമ്പ് ഏതോ കാട്ടുമൃഗം വന്നുപോയി എൻ്റെ കാൽപ്പാടുകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ട്, മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി വല്ല പുലിയും പിറ്റിയൊക്കെ വന്നാൽ പിടിച്ചോണ്ട് പോകുമായിരിക്കും. പക്ഷെ എന്നെയൊന്നും പുലി പിടിച്ചാൽ പൊങ്ങൂല. വൈബുള്ള ഒരു സ്ഥലം. ബേസിലിനെയൊക്കെ ചിലപ്പോൾ പൊക്കിക്കൊണ്ട് പോകാം. എന്തായാലും നല്ല തണുത്ത സൂപ്പർ വെള്ളാട്ടോ കാട്ടിയിലേ. എടാ അരുവിയിലെ വെള്ളം നല്ല സൂപ്പർ വെള്ളം എന്നാണ് പണ്ട് പഴമക്കാരൻ കണ്ട് പറഞ്ഞിരിക്കണത് അല്ലേ? ആ കോളനിയിലേക്ക് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളമായിരിക്കും ഇവിടെ. കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ തന്നെയാണ്. എന്തായാലും ആ കോളനിയിലേക്ക് ഞങ്ങൾ കടത്തി വിടുമെന്നറിയില്ല, പാസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിലെ DFOന്റെ അംഗീകാരം വേണം വനത്തിലേക്ക് ഇനി അധിക ദൂരം പോകണമെങ്കിൽ. അപ്പോൾ നോക്കാം, നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ, അടിപൊളി. അതായത് എന്നാ മാലിന്യം ഇല്ലാത്ത വായു, അതുപോലെ ശുദ്ധമായ ജലം. ഇവൻ പറഞ്ഞ പോലെ പ്രഭാതകർത്തി എല്ലാവർക്കും ഉള്ളതല്ലേ, അപ്പോൾ അത് അശുദ്ധമൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കെമിക്കൽ മാലിന്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള 2 പേര് മടിയന്മാരാണ്, അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോവാം. പേരറിയാത്തൊരു മരം നോക്കടാ, അത് വെടി പിടിച്ചു. അടിപൊളി മരം കേട്ടോ. എന്തായാലും ഈ മരത്തിന്റെ പേരെന്നാടാ? ഇത് ആൺമരം, മറ്റേത് പെൺമരം. കേറിയാലോ മരത്തില്? എവിടെ?
മുളയുടെ ഇത് കേറിയേക്കണുണ്ട് അതിന്റെ അടുത്തേക്കടെ മേളിലിട്ട് ട്രീ ഹൗസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓടെ ഓടെ എന്തായാലും ഈ മരം എന്താണെന്നറിയില്ല, പക്ഷെ അടിപൊളി മരമാണ്. അത് മാത്രമല്ല ഇതിനകത്തേക്ക് ചുറ്റി പിടിച്ചിരിക്കുന്ന വള്ളിയുടെ മുഴുപ്പ് കണ്ടത്. പിന്നെ അത് മാത്രമല്ല, അതെ നിനക്ക് പിടിക്കാൻ പറ്റുമോ ഈ മരത്തിന്റെ മുകളിൽ കയറാൻ? ട്രൈബ്സ് ആണെന്ന് തോന്നുന്നു. കുറെ കുറ്റികൾ ഇങ്ങനെ അടിച്ചടിച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടോ? ഇതിന്റെ മുകളിലിട്ട് കയറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ 48 വയസ്സിൽ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറില്ല. തോൽവി സംഗതി എന്തായാലും കൊള്ളാട്ടോ. വന്നാ ഇതിന്റെ മുകളിലിട്ട് കയറണ്ടോ ജയ്സ? കയറണ്ടോ? ഇതിന്റെ മുകളിൽ കയറണ്ടോ? എന്നാ നമുക്ക് മരം കയറാൻ താല്പര്യം ഇവിടെ കയറാട്ടോ. ഇതേ ഇങ്ങനെ ട്രൈബ്സ് കുറ്റി അടിച്ചു വെച്ച് തന്നുണ്ട്. ഇതേ കാണിച്ചത് അതറിയില്ല. അതേ രണ്ടര ഇത് നോക്കിയടാ, നല്ല സംഭവടാ. ഇതാണ് കുറ്റി ഇങ്ങനെ അടിച്ചാ. ഇതേ മുകളിൽ ലൈൻ ലൈനായിട്ട് പോയിക്കണ. പക്ഷെ അത് ചവിട്ടണ്ടാടോ, ബലം ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല. നീ കയറുന്ന വീഡിയോ ഒന്നും എടുത്തേക്കാം. നിങ്ങിന്റെ വീഡിയോ എടുക്കണേ കുഴപ്പമില്ലോ. ഒടിഞ്ഞു പോവാ, അത് ശരിക്കും വലിച്ചു നോക്കി ഒടിയുന്നു. വേണ്ട വേണ്ട ചവിട്ടണ്ടേ. പിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഏതായാലും ആനേനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ആന പോയ വഴിയുണ്ടോ? ആന പോയ വഴി അതാണ്. നമുക്ക് ഇതിലെ വഴിച്ചാലുണ്ട്. അവിടെ ഒരു ഇല്ലി ഒടിഞ്ഞിറങ്ങണുണ്ടോ? ആ ഇല്ലി തിന്നാൻ വന്ന ആന. ആ അത് കാടിന്റെ ഉള്ളില് കാട്ടരുവി. ഈ വഴിക്കട ആന ഏത് വഴി പോയി? കേറിയിട്ടുണ്ടോ? അവിടെ ഇടിച്ചൊടിച്ചിട്ട് തന്നെ ഉണ്ടോ? ആ വഴി കയറി പോയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും തിരിച്ചിറങ്ങി വരാം. അതെ, വെച്ചോ മൈക്ക് ഉണക്കിട്ട് വെച്ചോ. എടുത്തു വെച്ചോ, എടുത്തു വെച്ചോ, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ കേൾക്കൂല. പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഈസി ആയിട്ട് ഇപ്പൊ 140 120 വരെ LDF കിട്ടും അടുത്ത നിയമസം. ആളുകളുടെ കലകാരല്ലേ ഈ പിണറായി അതിന് വീതി ശാസിച്ചാലും കുഴപ്പമില്ല. ട്രിപ്പ് വന്നിട്ട് പറയണം ഇലക്ഷൻ്റെ. ഇപ്പം ആരെ പറ്റി വിവരണം കൊടുക്കുക. പണ്ട് ഇത് ആളുകൾ ഇഞ്ചി കപ്പയൊക്കെ ഉണങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഏതാളുകൾ? മനുഷ്യൻ. ഇവിടെ മനുഷ്യന്മാരുണ്ടല്ലോ. പിന്നില്ലേ? എവിടെ? അതറിയില്ലേ? ഇല്ല. ഇവിടെ പഴയ ആളുകൾ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ ഇതോ?
പിന്നെ അതിന് കാടായ കാടിനകത്തൊക്കെ കാടിന്റെ ഉള്ളിലല്ല കൃഷി ചെയ്തോണ്ട് പഞ്ചാബാ പ്ലാന്റേഷൻ കോർപ്പറേഷനിലൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്നില്ലേ അതുപോലെ വനങ്ങളില് വനപ്രദേശങ്ങളില് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തോണ്ടിരുന്നു. ഇവിടെ എന്തായാലും ആന ഇഷ്ടം പോലെ ആനയുണ്ട്, കണ്ടോ? ഇവിടെയാ ചേട്ടാ ഈ കാട്ടിൽ കൊണ്ട് കൃഷി ചെയ്ത പോലെ കുരങ്ങൊക്കെ കൊണ്ടുപോയില്ലേ? പ്ലാന്റേഷൻ കോർപ്പറേഷൻ PCK എന്ന് പറഞ്ഞ സംഭവമുണ്ട് കാലടിക്ക്. വന്യമൃഗങ്ങള് ശല്യം ആയിട്ട് 10 വർഷമായുള്ളൂ. അതിനു മുമ്പ് കാട്ടില് വന്യമൃഗങ്ങളില്ലേ? വന്യമൃഗങ്ങൾ നാട്ടിട്ട് വന്നിട്ടല്ലേ 10 കൊല്ലായത്? ആ വന്യമൃഗങ്ങളുണ്ട്. ഫ്രഷ് പറഞ്ഞാ അത് എടാ നമ്മുടെ ഊരവനെന്നൊക്കെ എന്തോരം ആളുകൾ ഇപ്പൊ അന്ന് ഇപ്പൊ കാലടി പ്ലാന്റേഷനിൽ പോയി മലയാറ്റൂർ ഭാഗങ്ങളിൽ കൃഷി ചെയ്തോണ്ടിരുന്നു. അല്ല ഞാൻ ചോദിച്ചാ അന്നേരം ഈ കുരങ്ങും മലയണ്ണാനൊക്കെ ഇത് ഇഞ്ചി കുരങ്ങ് കഴിക്കില്ല, മനസ്സിലായ? ആ ഇഞ്ചി കടിച്ച കുരങ്ങെന്നൊക്കെ കേൾക്കാം അല്ലേ? അത് തന്നെ. പിന്നെ കഴിക്കില്ലെങ്കിൽ ഇഞ്ചി കടിക്കണേ എങ്ങനെയാ കുരങ്ങ്? പിന്നെ പോലെ എന്തോ ആഗ്രഹമുള്ള കുരങ്ങന്മാർ കാണൂലേ? ടേസ്റ്റ് ചെയ്തേ ഞാൻ തന്നെ എന്തോരം വളം കൊടുത്തിട്ടുണ്ടെങ്കിലേ മറ്റേ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇഞ്ചിയാ? ഇഞ്ചിക്കല്ല വാഴയ്ക്ക്. എന്റെ ഇത് ശരിക്കും പെരിയാറിന്റെ കൈവഴികൾ ഒഴുകണ ഇതിൽ കൂടെ അല്ലേ? അതിന്റെ അപ്പുറത്തെ സ്ഥലം അല്ലേ? ഈ പാറയുടെ പുറത്തേക്കിടോ കൈവഴി ഈ മൊത്തം തെറ്റിച്ച് കളയാണല്ലോ. ആ ഇത് ഷൂട്ടിംഗ് ലൈവാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നാലോ? അല്ല നമ്മളിപ്പോ ഇങ്ങനെ എന്തോരം ഹൈറ്റില് ആണെന്നറിയോ? അതേ ടവർ കണ്ടോ? ആ ടവറിന്റെ മുകളിൽ മനസ്സിലാക്കണെങ്കിൽ കുട്ടമ്പഴ ടൗണിൽ ഇരിക്കുന്ന ടവറാ കാണുന്നത്. കുട്ടമ്പഴ ടൗണിലിരിക്കണം. അതിന്റെ നിൽക്കുന്ന ഹൈറ്റ് മനസ്സിലാക്കി ടവറിനേക്കാൾ മുകളിലാണ്. ഓ സമ്മതിക്കണോട്ടോ. ഈ പാറയൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ എത്ര കോടികളെ. ജയ്സ ഇപ്പൊ ഒരു ആന വന്നു കഴിഞ്ഞാൽ ജയ്സ എന്ത് ചെയ്യും? ഞാൻ എടുത്ത് ചാടും അങ്ങോട്ട്. ഇല്ല, ആന വന്നു കഴിഞ്ഞാൽ ഇറക്കത്തിട്ട് വേണമെന്ന് ഇറക്കത്തിട്ട് വളഞ്ഞും തിരിഞ്ഞു ഓടുകാന്ന് പറഞ്ഞേ. എനിക്കും സഹിച്ചാണ്ട് ഈ വയറും വെച്ചോണ്ട് ഓടാൻ പറ്റും. നമ്മളെ കാണുമ്പോ ആനങ്ങനെ ആന പേടിച്ചു മനസ്സിലാവില്ലല്ലോ, കൂട്ടാളികളാന്ന് ശരിയാസേണ്ട കണ്ട പിന്നെ സഹതാപം തോന്നുന്നു. ഇല്ലല്ല തിന്നാൻ പറ്റിയത് ഇവനാ നല്ല വെളുത്ത് തൊടുത്ത് സ്വന്തം തിന്നില്ലടേ. അല്ല ഒടിക്കാൻ. കുരങ്ങൻ അല്ല കുരങ്ങനാണോ? അത് മലയണ്ണാനല്ലേ? മലയണ്ണ കുരങ്ങന്റെ വെച്ചത് അത് സ്വന്തക്കാർക്ക് മനസ്സിലാവുള്ളൂ. പൂത്ത് നിൽക്കണ മരം ഒന്ന് സൂം ചെയ്തെടുക്കണം. ഏത് മരം? അപ്രതീക്ഷിതമായ യാത്ര കമ്പിളികണ്ടത്ത് നിന്ന് നേരെ നേരിയമംഗലത്തിലേക്ക് പോകാനായിട്ട് വാഹനം എടുത്തപ്പോഴാണ് വഴി ഒന്ന് തെറ്റിയോ എന്നൊരു സംശയം. അടുത്ത് കണ്ട ഓട്ടോക്കാരനോട് ചോദിച്ചു നേരിയമംഗലം വഴി. അദ്ദേഹം നേരെ പോയാൽ മതി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ അടുത്ത് റീൽസിൽ ഫേമസ് ആയ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളും കൂടി ഒന്ന് കണ്ടിട്ട് പോകൂ, അതിന് ചില പ്രത്യേകതകൾ ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ വാഹനം തിരിച്ച് സ്കൂളിൻ്റെ പടിക്കലേക്ക് എത്തി. വെള്ളച്ചാട്ടം സ്കൂളിൽ നിന്ന് കാണാവുന്ന മഴക്കാലമല്ലാത്തതുകൊണ്ട് ആ വെള്ളച്ചാട്ടം നിന്നുപോയിരിക്കുന്നു. എങ്കിലും സഹ്യാദ്രി നിരകളുടെ താഴെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് ആ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗ്യം എന്ന് തോന്നിക്കുമാറ് നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമത്തിൻ്റെ പഴമയുടെ തനിമയാർന്ന ഒരു സ്കൂൾ. ആ സ്കൂൾ കണ്ടു. ഇത് റീൽസിൽ ഫേമസ് ആയതോടുകൂടി ബിസിനസ്സുകാരുമായി അവിടെ ബന്ധപ്പെട്ട് അവിടെ വന്നിരിക്കുന്ന കൊച്ചു കൊച്ചു കടകളും ഐസ്ക്രീംകാരെയും എല്ലാം കണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴാണ് KSRTCയുടെ ഉല്ലാസയാത്ര കമ്പിളികണ്ടം സ്കൂൾ കാണാൻ അവിടെ എത്തുന്നത്. അങ്ങനെ കമ്പിളികണ്ടം സ്കൂള് എത്തിയ അവരെയും കണ്ട് അവർ കോഴിക്കോട്ട് നിന്ന് KSRTCയുടെ ഉല്ലാസയാത്രയുമായി വന്നവരാണ്. അവരോട് നാട്ടുവിശേഷങ്ങളും കൊച്ചുവിശേഷങ്ങളും എല്ലാം പറഞ്ഞ് നല്ല വെയിലായതിനാൽ അവിടെ ചൂട് കൂടിയപ്പോൾ ഞങ്ങൾ വാഹനം നേരെ എടുത്തു. ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടയിലെ ചേച്ചിയോട് ചോദിച്ചു ഈ വഴിയെ പറ്റിയും ഇവിടുത്തെ കാര്യങ്ങളെയും പറ്റിയും. പഴയ ആലുവ മൂന്നാർ രാജപാത ചില സാങ്കേതിക കാരണങ്ങളാൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി മൂന്നാറിന് പോകാമെന്ന മോഹവും ഉപേക്ഷിച്ച് ഞങ്ങൾ തിരികെ നാട്ടിലേക്ക്. ഇനിയൊരു യാത്ര പിന്നീടൊരിക്കൽ സന്തോഷപൂർവ്വം അടുത്തയാഴ്ച പോകാം എന്നുള്ള തീരുമാനത്തിൽ ചില ഔദ്യോഗിക തിരക്കുകൾ നാട്ടിലുണ്ടോ എന്നറിഞ്ഞ് ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേൾഡ് ചാരിറ്റി മിഷൻ്റെ ഭാരതയാത്രയുടെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.